സോ ഹലോ എവ്രി വൺ. അങ്ങനെ വേൾഡ് കപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ദ വൺ ഓഫ് ദ ഫസ്റ്റ് റിവ്യൂ ഓഫ് വൺ ഓഫ് ദ വേൾഡ് കപ്പ് വീഡിയോ. സോ എനിക്ക് ഈ ഒരു മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയാണല്ലോ ഫസ്റ്റ് മാച്ച് 2010. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഫുട്ബോൾ കാണുന്നത്. ഓക്കെ, അന്നത്തെ ഫസ്റ്റ് മാച്ചും സൗത്ത് ആഫ്രിക്ക വേഴ്സസ് മെക്സിക്കോ മാച്ചായിരുന്നു. അന്ന് പീറ്റർ ഡ്യൂഡിയുടെ കമൻട്രിയും എനിക്ക് ഫുട്ബോൾ എന്താണെന്ന് പോലും അറിയില്ല അന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് എല്ലാവരും നമ്മുടെ നാട്ടിൽ, ഞാൻ മലപ്പുറംകാരനാണ്, സോ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫ്ലക്സ് ഒക്കെ വെക്കുന്നു. ബ്രസീൽ, അർജൻറ്റീന. അന്ന് എനിക്ക് തോന്നുന്നു ബ്രസീൽ കക്കയായിരുന്നു വൺ ഓഫ് ദ മെയിൻ പ്ലെയർ. അർജൻറ്റീനയിൽ മെസ്സി, അന്നും മെസ്സി തന്നെ. അപ്പോൾ ഇവരുടെ ഫ്ലക്സ് ഒക്കെ അന്ന് പോർച്ചുഗലൊന്നുമില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, 2014 കുറവായിരുന്നു. 2018 ആയ സമയത്താണ് പോർച്ചുഗലിനും ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസ് ഭയങ്കരമായിട്ട് വന്നത്. ഓക്കെ, ഇല്ല എന്നല്ലട്ടോ ഞാൻ പറയുന്നത്, ആ സമയത്തും ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവ്. ബ്രസീൽ, അർജൻറ്റീന ഇത് രണ്ടുപേരും നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് മുഴച്ചു നിന്നീന രണ്ട് പേര് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ട് കേട്ടോ ജർമ്മനി, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ ഇങ്ങനെ ഫ്ലക്സ് ഒക്കെ വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇതെന്താ സംഭവം കൊള്ളാലോ പരിപാടിയെ. ഇവരൊക്കെ ഇത് ആഘോഷിക്കുന്നു. ഒരു ടീം തോറ്റാലും ജയിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു, ജയിച്ചാൽ ആഘോഷിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികൾ കണ്ടപ്പോൾ എന്ത് പരിപാടി, സംഭവം കൊള്ളാലോ. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് മാച്ച് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ടി വി ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊരു ചാനൽ ESPN സോണി മാക്സ് ഏതോ ഒന്ന്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതാണ്, ടു ബി ഫ്രാങ്ക് പറയാലോ. അന്ന് ചെറുതാണ്, 8 വയസ്സോ 9 വയസ്സോ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചാനലിൽ ഈ ഒരു മാച്ച് വെക്കുന്നു, ഇങ്ങനെ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞത് ഇറ്റലിയാണെന്ന് പറയുന്നു. പിന്നെ ആ ലാസ്റ്റ് ചാമ്പ്യൻസിൻ്റെ ഒരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ സിദാനും പിന്നെ അതുപോലെ മാർക്കോ മത്രാസി. ആ ഒരു ഇൻസിഡൻ്റൊക്കെ പറഞ്ഞു. പേരൊന്നും എനിക്കറിയില്ല, അങ്ങനെ രണ്ട് പേര് തമ്മിൽ അടി ഉണ്ടാക്കിയോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ടാൽ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഈ ഒരു മാച്ച് കാണുന്നത്. മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച് അന്ന് എനിക്കറിയില്ല ഇവരങ്ങനെ അത്ര വെൽ നോൺ ആയിട്ടുള്ള. മെക്സിക്കോ ഒക്കെ കുറേ വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. ആ സീസണിലെ വേൾഡ് കപ്പിൻ്റെ ഹോസ്റ്റ് സൗത്ത് ആഫ്രിക്ക ആയതുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ക്വാളിഫൈ ആയതാണ്. അപ്പോൾ മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച് വരുന്നു. പീറ്റർ ഡ്യൂഡിയാണ് കമൻട്രി. പീറ്റർ ഡ്യൂഡി ഒന്നും അറിയില്ല, ഓക്കെ, പക്ഷേ പുള്ളി നല്ല കമൻട്രി പറയുന്നു, നല്ല കമൻട്രിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഫസ്റ്റ് വേൾഡ് കപ്പ് ഗോൾ അന്ന് ഇടുന്നത് സാബലാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്. അതൊരു കിടിലൻ ഗോളായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഫുട്ബോൾ മാച്ച് കാണുന്ന സമയത്ത് കാണുന്നൊരു ഗോൾ എന്ന് പറയുന്നത് അതാണ്. അത് പൊളി ഗോളായിരുന്നു. എനിക്കൊരു വെൽക്കം ട്രീറ്റ് പോലെയായിരുന്നു ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഫുട്ബോൾ കാണാൻ തുടങ്ങുന്നത്. അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ച് തന്നെയാണ് ഇവിടെയും നടന്നത്. മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ച് എന്ന് പറയുന്നത്. എൻ്റെ മോനെ എന്താ പറയുക, മെക്സിക്കോയുടെ ഒരു വൺ ടീം ഡോമിനൻസ് ആയിരുന്നു. വൺ ടീം ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് പ്ലേ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സൗത്ത് ആഫ്രിക്ക അത്ര പോരാ. ഓക്കെ, അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. സാബലാലൻ്റെ ആ ഒരു ഗോൾ, പീറ്റർ ഡ്യൂഡിയുടെ ആ ഒരു കമൻട്രി. പീറ്റർ ഡ്യൂഡി പിന്നെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മെസ്സി, ക്രിസ്ത്യാനോ അങ്ങനെ കുറേ ആൾക്കാർക്ക് കമൻട്രി പറഞ്ഞ ഒരാളാണ്. ലെജൻഡായിട്ടുള്ള കുറേ കമൻറ്റ്സ് ഉണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞത് പുള്ളിനെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് കമൻട്രി എന്ന് പറയുന്നത് ഈ ഒരു സാബലാലൻ്റെ ഗോളാണെന്നാ. അതൊരു കിടിലൻ ഗോളായിരുന്നു. അന്ന് ലൈവായി കണ്ടവർക്ക് അത് ആ ഒരു മൊമെൻ്റ് എന്താണെന്ന് മനസ്സിലാവും. പലരും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 2010 വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷക്കീറയുടെ ആ ഒരു വക്ക സോങ് എനിക്കന്ന് ഓർമ്മയുണ്ട്. വക്ക സോങ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് കുറേ സാമിന വക്ക എന്നൊക്കെ പറയേണ്ട അന്ന് കുറേ പാടി നടന്നൊരു പാട്ടാണത്. അപ്പോൾ ആ ഒരു പാട്ടും ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഓഡിയൻസും, ഞാൻ മലപ്പുറത്താണ് ജീവിക്കുന്നത്, അപ്പോൾ അവിടുത്തെ ആ ഒരു ഓളവും അങ്ങനെ മൊത്തത്തിൽ ആ ഒരു വേൾഡ് കപ്പ് നൈസ് വേൾഡ് കപ്പ് ആയിരുന്നു 2010 വേൾഡ് കപ്പ്. അന്നത്തെ ഫസ്റ്റ് മാച്ച് ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഗോളും പീറ്റർ ഡ്യൂഡിയുടെ ആ ഒരു കമൻട്രിയും മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു മാച്ചും അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ചാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇവിടേക്ക് വന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക കുറച്ച് ശോകം കളിയായിരുന്നു. സൗത്ത് ആഫ്രിക്ക 2 റെഡ് കാർഡ് ഈ ഒരു മാച്ചിൽ മേടിച്ചിട്ടുണ്ട്. അവരൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മെക്സിക്കോനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. ഓക്കെ, മെക്സിക്കോ നല്ല തുരുതുരാന്ന് അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മെക്സിക്കോനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അവർക്ക് വലിച്ചിടുക 1-on-1 സിറ്റുവേഷനൊക്കെ വരും. ഗോൾ കീപ്പറും മെക്സിക്കോൻ്റെ സ്ട്രൈക്കറും, സൗത്ത് ആഫ്രിക്കയുടെ ഗോൾ കീപ്പറും മെക്സിക്കോൻ്റെ സ്ട്രൈക്കറും 1-on-1 സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഡിഫൻഡർ വലിച്ചിട്ടു. അങ്ങനെ ആദ്യത്തെ റെഡ് കാർഡ് കിട്ടുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു മാച്ചിലെ ആദ്യത്തെ ഗോൾ, വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ക്യുനോൺസ് എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്. അത് സൗത്ത് ആഫ്രിക്കൻ്റെ ഗോൾ കീപ്പർ സൗത്ത് ആഫ്രിക്കയുടെ ഡിഫൻഡറിന് ഒരു ബോൾ കൊടുത്തതാണ്. പുള്ളി ടേൺ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ഡിസ്പോസ് ചെയ്തു മെക്സിക്കോയുടെ സ്ട്രൈക്കർ. അത് നേരെ എടുത്ത് ആ മെക്സിക്കോൻ്റെ സ്ട്രൈക്കറിനെ ഫൗൾ ചെയ്തു. പക്ഷേ ലെഫ്റ്റ് വിങ്ങിലുള്ള ഈ ക്യുനോൺസ് എന്ന് പറഞ്ഞ പ്ലെയർ ആ ഒരു ബോളും കൊണ്ടുവന്ന് ഫേക്ക് ചെയ്ത് കൊണ്ടുവന്നൊരു ഷോട്ട് അടിച്ചു. നട്ട്മഗ് ഗോൾ. സൗത്ത് ആഫ്രിക്കൻ്റെ ഗോൾ കീപ്പറിനെ നട്ട്മഗ് ചെയ്തിട്ടാണ് ആ ഒരു ഗോൾ അടിച്ചത്. അതും ഒരു കിടിലൻ ഗോളായിരുന്നു. ഈ സീസണിലെ വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ക്യുനോൺസിനാണ്. മെക്സിക്കോൻ്റെ ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ടുള്ള ക്യുനോൺസിനാണ് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. സോ പുള്ളിയും അങ്ങനെ അത്
തീരുമാനമാക്കി. അങ്ങനെ 1-0 എന്നുള്ള സ്കോറും ഇല്ല. ആ ഒരു 1-0 ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞോ അല്ല, ഫസ്റ്റ് ഹാഫിന് 9ാമത്തെ മിനിറ്റ് തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടോ. ഫസ്റ്റ് ഹാഫിൽ 1-0 എന്നുള്ള സ്കോറിനാണ് അവസാനിച്ചത്. സെക്കൻഡ് പിന്നെ ഹിമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പുള്ളി മെക്സിക്കോൻ്റെ ഗോൾ സ്കോർ ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ആ ഒരു ആദ്യത്തെ റെഡ് കാർഡ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു 84th മിനിറ്റോ അത്രയ്ക്കായ സമയത്തും സൗത്ത് ആഫ്രിക്കയ്ക്ക് രണ്ടാമത്തെ റെഡ് കാർഡിൻ്റെ. സൗത്ത് ആഫ്രിക്ക പിന്നെ പോരാ. സെക്കൻഡ് ഹാഫിലാണ് പിന്നെയും സൗത്ത് ആഫ്രിക്ക ഒന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ലായിരുന്നു. 0 ഗോൾസ് ഓൺ ടാർഗറ്റ് ഷോട്ട്, 0 ഷോട്ട്, അങ്ങനെ മൊത്തത്തിലൊരു ശോകം ടീമായിരുന്നു സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക പിന്നെയും കളിക്കാൻ തുടങ്ങി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഫിനിഷിങ് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ 2 റെഡ് കാർഡും മേടിച്ച് 90 മിനിറ്റ് കഴിഞ്ഞു. 90+2 മിനിറ്റ് ആയ സമയത്ത് മെക്സിക്കോൻ്റെ ഒരു പ്ലെയറിനും ഒരു റെഡ് കാർഡ് കിട്ടി. അങ്ങനെ മാച്ച് അവസാനിച്ച് 2-0 എന്നുള്ള സ്കോറിന് മെക്സിക്കോ വിജയിച്ചു. ഇനി ആ ഒരു ഗ്രൂപ്പിൽ മെക്സിക്കോ, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെ 4 ടീമാണുള്ളത്. മെക്സിക്കോ ഇപ്പോൾ മുന്നിലെത്തി. മെക്സിക്കോ, സൗത്ത് കൊറിയ ഇവർ രണ്ടുപേരുമായിരിക്കും മിക്കവാറും ഒരു ടൈറ്റ് മാച്ച് ഉണ്ടാവുക. ചെക്ക് റിപ്പബ്ലിക് എങ്ങനെയാണ് കളിയെന്ന് എനിക്കറിയില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എങ്ങനെയാണ് അവരുടെ കളി എനിക്ക് ഒരു ഐഡിയ ഇല്ല. സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോൾ കണ്ടു, ഷോക്കാണ്. പക്ഷേ വേൾഡ് കപ്പാണ്, എന്തും സംഭവിക്കാം. ചിലപ്പോൾ മേ ബി അടുത്ത 2 മാച്ച് വിജയിച്ചവർ തിരിച്ചു വന്നേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. സോ സൗത്ത് കൊറിയയും പിന്നെ അതുപോലെ തന്നെ മെക്സിക്കോയും ക്വാളിഫൈ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കളി ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മാച്ചിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 1 ടീം ഡോമിനൻസോട് കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശനിയാഴ്ച രാത്രി ബ്രസീൽ വേഴ്സസ് മൊറോക്കോ ഉണ്ട്. വൺ ഓഫ് ദ ബിഗ് മാച്ച് ഓഫ് ദിസ് സീസൺ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അത് നോക്കാം. ഇനി അടുത്ത മാച്ചസ് നോക്കാം. പറഞ്ഞ പോലെ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ. എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും ഇഷ്ടമാണ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്താം. സോ താങ്ക് യു സോ മച്ച്.